പുലരിക്കായി മാറി മറയേണ്ടതോർത്ത് ചന്ദ്രനക്ഷത്രാദികൾ വിതുമ്പുമ്പോൾ മാറ്റമില്ലാതെങ്ങും വിരാജിക്കും ദൈവമേ, അങ്ങയെ വാഴ്ത്തുന്നു ഞങ്ങൾ. ഉദിച്ചെങ്ങും പ്രഭതൂകും പാരിലെ സൂര്യരശ്മിയേക്കാൾ പ്രശോഭിച്ചെന്നും പ്രസാദമേകുന്ന ദൈവമേ, അങ്ങേ മഹിമാവെത്ര മനോജ്ഞം. ഈശോയിൽ പ്രിയപ്പെട്ടവരെ, ദൈവം മനുഷ്യനെ അനുഗ്രഹിച്ച് മനുഷ്യൻ്റെ എല്ലാ ജീവിത മേഖലകളിലേക്കും തൻ്റെ ചൈതന്യം പകർന്ന് ഒരു പ്രത്യാശയോടെ ഓരോരുത്തരെയും പ്രഭാതത്തിലേക്ക് ക്ഷണിക്കുക. ഓരോ പ്രഭാതവും കർത്താവിൻ്റെ അനന്ത സ്നേഹത്തിൻ്റെ അടയാളമാണ്. ഇന്ന് നാം ഈ പ്രഭാതത്തിലായിരിക്കുമ്പോൾ ദൈവത്തിന് നമുക്ക് നന്ദി പറയാം. കർത്താവ് നൽകിയ സകല അനുഗ്രഹങ്ങൾക്കും കർത്താവിനോട് ചേർന്ന് നിന്നും കർത്താവിനെ മഹത്വപ്പെടുത്താം. സകല ചരാചരങ്ങളും ദൈവനാമത്തെ സ്തുതിക്കുന്ന ഈ സാഹചര്യം അനുഗ്രഹത്തിൻ്റേതാണ്. നമുക്ക് കർത്താവിൻ്റെ സന്നിധിയിൽ നമ്മെ തന്നെ സമർപ്പിക്കാം. പ്രത്യേകമായി പ്രഭാത വിരുന്ന് എന്ന ഈ ശുശ്രൂഷയിലേക്ക് ഒത്തിരി സ്നേഹത്തോടെ എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. പ്രിയപ്പെട്ടവരെ, ഇന്നേ ദിവസം നമ്മുടെ പ്രാർത്ഥനയുടെ നിയോഗമായിട്ട് എല്ലാ മിഷണറിമാരെയും നമുക്ക് സമർപ്പിക്കാം. പല മേഖലകളിൽ ദൈവവചനത്തിൻ്റെ ശുശ്രൂഷയിൽ, മിഷൻ പ്രവർത്തനത്തിൽ, ആതുര സേവനത്തിലൊക്കെ ആയിരിക്കുന്ന അനേകരുണ്ട്. മിഷൻ മേഖലകളിൽ കർത്താവിൻ്റെ സ്നേഹത്തെ എത്തിക്കുവാനായിട്ടുള്ള അവരുടെ പ്രയത്നങ്ങളെ നമുക്ക് സമർപ്പിക്കാം. എല്ലാ മിഷണറിമാരെയും ഓർത്ത് കർത്താവെ, അവരെല്ലാവരെയും അനുഗ്രഹിക്കണമേ, ശക്തിപ്പെടുത്തണമേ എന്ന്, സംരക്ഷണത്തിൻ്റെ തണലിൽ അവരെ ചേർത്ത് നിർത്തണമേ എന്ന നിയോഗം പ്രത്യേകമായിട്ട് ഇന്ന് നമുക്ക് ദൈവസന്നിധിയിൽ സമർപ്പിക്കാം. പരിശുദ്ധ അമ്മയുടെ പ്രത്യേക മധ്യസ്ഥത്തിന് ഇന്നത്തെ ദിവസത്തെയും ഈ ശുശ്രൂഷയെയും നമ്മൾ സമർപ്പിക്കുന്നു. പരിശുദ്ധ അമ്മ പ്രത്യേകമായി സകല മനുഷ്യർക്കും വേണ്ടി മധ്യസ്ഥം വഹിച്ച് അവരുടെ എല്ലാ ജീവിത മേഖലകളിലേക്കും ദൈവകൃപയെ വർഷിക്കുവാനും അനുഗ്രഹങ്ങൾ പ്രാപിക്കുവാനും ദൈവസന്നിധിയിൽ മധ്യവർത്തിയായി നിൽക്കുകയാണ്. പരിശുദ്ധ അമ്മയുടെ പ്രത്യേക മധ്യസ്ഥം നമുക്ക് യാചിക്കാം. ഈ ശുശ്രൂഷയെ സമർപ്പിക്കാം. ഇന്നത്തെ ദിവസത്തെയും നിയോഗങ്ങളെയും സമർപ്പിക്കാം. പരിശുദ്ധ അമ്മേ, ഞങ്ങൾക്കെല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ സുസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമ്മേ, തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. പരിശുദ്ധാത്മാവായ ദൈവത്തെ നമുക്ക് വിളിച്ച് പ്രാർത്ഥിക്കാം. പരിശുദ്ധാത്മാവ് വലിയൊരു കൃപയും അഭിഷേകവും നമുക്ക് നൽകി നമ്മെ ഇന്നത്തെ ദിവസം വിശുദ്ധീകരിച്ച് നയിക്കുന്ന ആ പരിശുദ്ധാത്മാവിനെ നമുക്ക് വിളിക്കാം. ഈ ശുശ്രൂഷാ സമയങ്ങളിൽ വലിയൊരു ദൈവാനുഗ്രഹത്തിൻ്റെ നിമിഷങ്ങളാക്കി മാറ്റണമേ എന്ന് പരിശുദ്ധാത്മാവിനോട് നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധാത്മാവായ ദൈവമേ, ഞങ്ങളുടെ ജീവിത മേഖലകൾക്ക് ആവശ്യമായ തിരുവചനത്തിൻ്റെ സന്ദേശം ഞങ്ങളിലേക്ക് അയക്കുവാൻ, അങ്ങയുടെ സ്നേഹത്തിൻ്റെ ആ പൂർണ്ണത അനുഭവിക്കുവാൻ ഞങ്ങളെ ശക്തിപ്പെടുത്തണമേ. പരിശുദ്ധാത്മാവിനോട് പ്രാർത്ഥിച്ച് ഏറ്റവും ഭക്തിയോടെ ഈശോയുടെ തിരുവചനം സ്വീകരിക്കുവാനായിട്ട് നമുക്കൊരുങ്ങാം. തൂമഞ്ഞിൽ വിടരും
പുഷ്പസുഗന്ധമെത്രയോ ഹൃദ്യം, പരിമളത്തിനുറവയാം നറുസൗരഭ്യമാകട്ടെ ഞങ്ങളുമീ മണ്ണിൽ. സങ്കീർത്തനങ്ങൾ 91:4. സങ്കീർത്തനങ്ങൾ 91:4. തൻ്റെ തൂവലുകൾ കൊണ്ട് അവിടുന്ന് നിന്നെ മറച്ചുകൊള്ളും, അവിടുത്തെ ചിറകുകളുടെ കീഴിൽ നിനക്ക് അഭയം ലഭിക്കും. അവിടുത്തെ വിശ്വസ്തത നിനക്ക് കവചവും പരിചയും ആയിരിക്കും. തൻ്റെ തൂവലുകൾ കൊണ്ട് അവിടുന്ന് നിന്നെ മറച്ചുകൊള്ളും, അവിടുത്തെ ചിറകുകളുടെ കീഴിൽ നിനക്ക് അഭയം ലഭിക്കും. അവിടുത്തെ വിശ്വസ്തത നിനക്ക് കവചവും പരിചയും ആയിരിക്കും. പ്രിയപ്പെട്ടവരെ, ഈ പ്രഭാതത്തിൽ ദൈവം നമുക്ക് നൽകിയിരിക്കുന്ന വലിയൊരു അനുഗ്രഹമാണ് നമ്മുടെ ജീവിതം എന്ന് പറയുന്നത്. ഓരോ പ്രഭാതത്തിലും ദൈവത്തിൻ്റെതായ പരിപാലനം നമ്മൾ അനുഭവിച്ച് നമ്മുടെ ജീവിത പ്രവർത്തനങ്ങൾ നമ്മൾ ആരംഭിക്കുക. അപ്പോൾ കർത്താവ് നമ്മെ ശക്തിപ്പെടുത്തി നമ്മോട് പറയുന്ന ഒരു കാര്യം ഇതാണ്: തൻ്റെ തൂവലുകൾ കൊണ്ട് ഞാൻ നിന്നെ മറച്ചുകൊള്ളും, എൻ്റെ ചിറകിൻ്റെ കീഴിൽ ഞാൻ നിനക്ക് അഭയം നൽകും. വിശ്വസ്തത കവചവും പരിചയും ആയിരിക്കും. 3 കാര്യങ്ങളാണ് പ്രത്യേകമായിട്ട് കർത്താവ് നമ്മെ പഠിപ്പിക്കുന്നത്. 1, തൻ്റെ തൂവലുകൾ കൊണ്ട് അവിടുന്ന് നിന്നെ മറയ്ക്കും. 2, അവിടുത്തെ ചിറകുകളുടെ കീഴിൽ നിനക്ക് അഭയം ലഭിക്കും. 3, അവിടുത്തെ വിശ്വസ്തത നിനക്ക് കവചവും പരിചയും ആയിരിക്കും. ഈ 3 കാര്യങ്ങളാണ്. 1, തൻ്റെ തൂവലുകൾ കൊണ്ട് മറയ്ക്കുന്നു, നമുക്ക് അവിടുത്തെ ചിറകിൻ്റെ കീഴിൽ അഭയം ലഭിക്കുന്നു. അതുപോലെ തന്നെ കർത്താവിൻ്റെ വിശ്വസ്തത, കർത്താവിൻ്റെ ആ വിശ്വസ്തത നമുക്ക് കവചവും പരിചയമായി ലഭിക്കും, നൽകപ്പെടും എന്നൊരു സന്ദേശം. അതായത് നമ്മുടെ ജീവിതത്തിൽ സഹനത്തിൻ്റെ മേഖലകളിൽ കടന്നു വരാം. ദൈവത്തിൽ പ്രത്യാശ വയ്ക്കേണ്ട സാഹചര്യം എത്രത്തോളമാണ് എന്ന് ഇവിടെ ദൈവത്തിൻ്റെ വചനം നമ്മെ ഓർമ്മിപ്പിക്കുക. കർത്താവ് പറയാണ്, തൻ്റെ തൂവലുകൾ, എൻ്റെ തൂവലുകൾ കൊണ്ട് ഞാൻ നിന്നെ സംരക്ഷിക്കും. അതായത് കർത്താവിൻ്റെ സംരക്ഷണം കൊണ്ട് അവിടുന്ന് നമ്മെ കവചമണിയിക്കും. ദൈവ സാന്നിധ്യം കൊണ്ട് അവിടുന്ന് നമ്മെ പൊതിഞ്ഞു നിർത്തും. ആ ദൈവസാന്നിധ്യത്തിൻ്റെ കീഴിൽ ആയിരിക്കുന്നവർക്ക് ഒരിക്കലും ഒരു മേഖലയിലും ഒരു സാഹചര്യത്തിലും ഒരു ദുഷ്ടശക്തിയുടെയോ ഒരു തിന്മയുടെയോ ആക്രമണം ഉണ്ടാവാതെ അവിടുന്ന് അവരുടെ ജീവിതത്തെ ഏറ്റെടുക്കും. അപ്പോൾ നമ്മുടെ എല്ലാം ജീവിതങ്ങളിൽ പ്രശ്നങ്ങളും പ്രതിസന്ധികളും കടന്നു വന്നു കഴിയുമ്പോൾ നാം മനസ്സിലാക്കേണ്ട വലിയൊരു സത്യം ഇതാണ്: കർത്താവ് തൻ്റെ തൂവലുകൾ കൊണ്ട് നമ്മെ ഓരോരുത്തരെയും മറയ്ക്കുന്നുണ്ട്. എല്ലാ തിന്മകളും നമ്മെ ആക്രമിക്കാതെ, ഈ ലോകത്തിൻ്റെതായ മേഖലകൾ നമ്മെ ആക്രമിക്കാതെ അവിടുത്തെ തൂവലുകൾ നമ്മെ മറച്ചു പിടിച്ചിരിക്കുക. ഒരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, ഒരു കോഴി, ഒരു അമ്മക്കോഴി ഒരു 10 കുഞ്ഞുങ്ങളുണ്ടെങ്കിൽ ആ 10 കുഞ്ഞുങ്ങളെയും ഒരേപോലെ സ്നേഹിക്കുന്നുണ്ട്, നോക്കുന്നുണ്ട്. എന്നിട്ട് ഈ അമ്മക്കോഴി ചെയ്യുന്ന ഒരു കാര്യമുണ്ട്. എപ്പോഴും വളരെ ജാഗ്രതയോടെ ഈ കുഞ്ഞുങ്ങളെ ശ്രദ്ധിക്കുന്നുണ്ട്. ഒരു സൈഡിൽ ഈ കുഞ്ഞിനെ ശ്രദ്ധിക്കുന്നു, മറ്റൊരു സൈഡിൽ ശത്രുക്കളെ ശ്രദ്ധിക്കുന്നു. എപ്പോഴും ഒരു ഡബിൾ ഇഫക്റ്റാണ് അവിടെയുള്ളത്. ഒരമ്മക്കോഴിയുടെ ഒരു പ്രത്യേകത അതാ, ഡബിൾ ഇഫക്റ്റാണ്. ഒന്ന്, തൻ്റെ കുഞ്ഞുങ്ങളുടെ മേലൊരു കണ്ണുണ്ട്, അതേസമയം തൻ്റെ കുഞ്ഞുങ്ങളെ ആക്രമിക്കാൻ വരുന്ന ശത്രുക്കളുടെ മേലും ഒരു കണ്ണുണ്ട്. ഓരോ സ്വരവും, ഓരോ മാറ്റവും, ഓരോ ചലനവും ശ്രദ്ധിക്കപ്പെടുന്നുണ്ട്.
ആ ശ്രദ്ധിക്കപ്പെടുന്ന ആ ഓരോ ചലനത്തെയും വേണ്ടവിധം മനസ്സിലാക്കി അത് അപകടമാണോ എന്ന് തിരിച്ചറിഞ്ഞ് കുഞ്ഞുങ്ങൾക്ക് അതിനനുസരിച്ചുള്ള നിർദ്ദേശം കൊടുക്കും. ഉടനെ തന്നെ ഈ കുഞ്ഞുങ്ങൾ ഓടി ഈ അമ്മക്കോഴിയുടെ അടുത്തേക്ക് വരും. അപ്പോൾ ഈ അമ്മക്കോഴി എന്ത് ചെയ്യും? ആ ചിറക് വിരിച്ച ആ കുഞ്ഞുങ്ങളെയെല്ലാം അതിൻ്റെ ചിറകിൻ്റെ കീഴിലേക്ക് ആകർഷിക്കും. ആ കുഞ്ഞുങ്ങളെല്ലാം ഒട്ടിച്ചേർന്ന് നിൽക്കും. ആ അമ്മക്കോഴി അതിൻ്റെ ചിറക് താത്തിയിടും. പിന്നെ ഒരു ശത്രുവിനും ഈ കുഞ്ഞുങ്ങളെ ആക്രമിക്കാനോ ഉപദ്രവിക്കാനോ സാധിക്കുകയില്ല. നമ്മുടെ എല്ലാം വീടുകളിൽ നമ്മൾ കാണുന്ന ഒരു പ്രതിഭാസമാണിത് പലപ്പോഴും. അപ്പോൾ ഈ ഒരു സംഭവം, ഈ പ്രകൃതിയിൽ നടക്കുന്ന സകല ജീവജാലങ്ങളിൽ നടക്കുന്ന ഈ ഒരു സംഭവം എന്ന് പറയുന്നത് അത് വലിയൊരു തുറവിയിലേക്കാണ് നയിക്കുന്നത്. അതായത് ഈ മനുഷ്യനെ സൃഷ്ടിക്കുകയും അവനെ വഴി നടത്തുകയും ചെയ്യുന്ന ഒരു ദൈവമുണ്ട്. ആ ദൈവം എപ്പോഴും നമ്മുടെ ജീവിതത്തിൽ എല്ലാ സാഹചര്യത്തിലും നമ്മോട് ചേർന്ന് നിൽക്കുന്ന ദൈവമാണ്. അവൻ്റെ കണ്ണും കാതും നമ്മെ പ്രത്യേകം ശ്രദ്ധിക്കുന്നുണ്ട്. യാതൊരു തരത്തിലുള്ള ഈ ലോകത്തിൻ്റെ ശക്തികൾ നമ്മെ ആക്രമിക്കാതെ, ഈ ലോകത്തിൻ്റെ തിന്മകൾ നമ്മിലേക്ക് കടന്നു വരാതെ അവൻ തൻ്റെ ചിറകിൻ കീഴിൽ നമുക്ക് സംരക്ഷണം നൽകും. അങ്ങനെയെങ്കിൽ ഈ ഒരു സംരക്ഷണം, ഈ ഒരു അനുഭവം നമുക്ക് സ്വന്തമാക്കാൻ സാധിക്കണമെങ്കിൽ നാം എന്തു ചെയ്യണം? അതായത് ഏതു സാഹചര്യത്തിലും അഭയം നൽകുന്നവനാണ് നമ്മുടെ ദൈവം എന്നൊരു ബോധ്യത്തിലേക്ക് കടന്നു വരണം. ഏതു സാഹചര്യത്തിലും അഭയം നൽകുന്നവനാണ് എൻ്റെ ദൈവം. ആ ഒരു ബോധ്യത്തിലേക്ക് നമുക്ക് കടന്നു വരാൻ സാധിക്കണം. അവിടെയാണ് ഈ സ്നേഹത്തിലും ഈ സംരക്ഷണത്തിലും അവൻ്റെ ചിറകിൻ്റെ കീഴിൽ നമുക്കായിരിക്കുവാനായിട്ട് സാധിക്കുന്നത്. അപ്പോൾ ഇതൊരു വലിയ ആത്മീയ ഉൾക്കാഴ്ചയാണ്. സാഹചര്യങ്ങൾ പലതാകാം, പലതരത്തിലുള്ള ജീവിത രീതികളിലൂടെ നമ്മൾ കടന്നു പോകാം. എങ്കിലും ദൈവം നമ്മെ ഒരിക്കലും മാറ്റി നിർത്തുന്നില്ല. എപ്പോഴും ദൈവത്തിൽ പ്രത്യാശ വയ്ക്കാനും ദൈവസ്നേഹത്തിലേക്ക് കടന്നു വരുവാനും നമുക്ക് സാധിക്കും. ആ ഒരു ബോധ്യത്തിൽ നാം വളർന്നു കഴിയുമ്പോൾ തീർച്ചയായും നമ്മുടെ ജീവിതത്തിൽ വലിയൊരു സന്തോഷവും സമാധാനവും നമുക്ക് അനുഭവിക്കുവാനായിട്ട് സാധിക്കും. രണ്ടാമതായിട്ട് നാം ചെയ്യേണ്ടത് നമ്മുടെ കഴിവുകളിൽ ആശ്രയിക്കാതെ നമുക്ക് കഴിവ് നൽകിയവനിൽ ആശ്രയിക്കണം. നമ്മുടെ കഴിവുകളിൽ ആശ്രയിക്കാതെ നമുക്ക് കഴിവ് നൽകിയവനിൽ നാം ആശ്രയിക്കണം. അങ്ങനെ ആശ്രയിക്കാൻ തുടങ്ങിക്കഴിയുമ്പോഴാണ് ആ സംരക്ഷണത്തിൻ്റെ ആ കൃപയിലേക്ക് നമ്മൾ വളരുന്നത്. ഇല്ലെങ്കിൽ എന്തു പറ്റും? നാം നമ്മുടെ കഴിവ്, നമ്മുടെ ശക്തി, നമ്മുടെ സാമർഥ്യം ഇതൊക്കെ കണ്ടുകൊണ്ട് തന്നെ മുമ്പോട്ട് പോകാൻ തുടങ്ങും. ഇതെല്ലാം എൻ്റെ കഴിവാണ് എന്ന ചിന്ത കടന്നു വരും. എന്നാൽ ഇതൊന്നും എൻ്റേതല്ല, എനിക്ക് കഴിവ് നൽകിയ എൻ്റെ ദൈവം അനുഗ്രഹിച്ചത് മാത്രമാണ് എന്ന ബോധ്യം നമ്മിൽ നിറഞ്ഞു കഴിയുമ്പോൾ വലിയൊരു ദൈവകൃപ നമുക്കുണ്ടാവും. ആ ഒരു ദൈവകൃപയുടെ തീരത്തേക്കാണ് നാം നടന്നെടുക്കേണ്ടത്. അതുപോലെ തന്നെ മൂന്നാമതായിട്ട് നാം ചെയ്യേണ്ട ഒരു കാര്യം ഇതാണ്: ദൈവഹിതത്തിന് നമ്മെ തന്നെ വിട്ടുകൊടുക്കുക. ദൈവത്തിൻ്റെ ഹിതത്തിന് നമ്മെ തന്നെ നാം വിട്ടുകൊടുക്കണം. എൻ്റെ ഹിതമോ എൻ്റെ താല്പര്യമോ എൻ്റെ വ്യക്തി സ്വാധീനങ്ങളോ അല്ല, മറിച്ച് ദൈവം ഇടപെടണം. ദൈവീക പ്രേരണയ്ക്കായിട്ട് നമ്മെ തന്നെ പൂർണ്ണമായും വിട്ടുകൊടുത്തു കഴിഞ്ഞാൽ മാത്രമേ ഈ മേഖലകളിൽ നമുക്കെല്ലാം ക്രമീകരിക്കാൻ സാധിക്കുകയുള്ളൂ. ദൈവകൃപയ്ക്ക് നമ്മെ തന്നെ വിട്ടുകൊടുക്കുക, സമർപ്പിക്കുക. അപ്പോൾ കർത്താവിൻ്റെ ഈ സംരക്ഷണത്തിൻ്റെ കീഴിലായിരിക്കുവാൻ, കർത്താവിൻ്റെ ഈ കൃപയുടെ കീഴിലായിരിക്കുവാൻ നമുക്ക് സാധിക്കും. നാലാമതായിട്ട് നാം ചെയ്യേണ്ട ഒരു കാര്യം ഇതാണ്: ദൈവസ്വരത്തിനായിട്ട് കാതോർക്കണം. ദൈവസ്വരത്തിനായിട്ട് കാതോർക്കണം. ഈ കോഴിക്കുഞ്ഞുങ്ങൾ, അമ്മക്കോഴി ഒരു സ്വരം പുറപ്പെടുവിച്ച് കഴിയുമ്പോൾ ആ കുഞ്ഞുങ്ങൾക്കറിയാം അപകടമാണ് എന്ന്. അപ്പോൾ അവരെന്ത് ചെയ്യും?
അവർ മെല്ലെ അമ്മയുടെ അടുത്തേക്ക് ഓടിയെത്തും. കാരണം എന്താ? ഈ കുഞ്ഞുങ്ങൾ ദൂരത്താണെങ്കിലും അമ്മയുടെ സ്വരം കേൾക്കാൻ അത് കാത് ഓർത്തിരിക്കുക. അപ്പോൾ ആ ഒരു കാതോർത്തിരിക്കുന്നത് കൊണ്ട് തന്നെ ആ അമ്മക്കോഴിയുടെ അടുത്തേക്ക് ഓടിയെത്തുവാൻ ഈ കുഞ്ഞുങ്ങൾക്ക് സാധിക്കും. ആ കുഞ്ഞുങ്ങൾ ആ സ്വരം കേട്ട് അമ്മക്കോഴിയോട് ചേർന്ന് നിൽക്കും, അപകടത്തിൽ നിന്ന് രക്ഷപ്പെടും. അപ്പോൾ നമ്മുടെ കാത് എപ്പോഴും ദൈവസ്വരത്തിനായിട്ട് ദൈവത്തിങ്കലേക്ക് നമ്മുടെ കാതുകളെ നാം ചായച്ചു വയ്ക്കണം. അപ്പോൾ മാത്രമാണ് ആ ഒരു സ്വരം നമുക്ക് ലഭിക്കാനായിട്ട് കേൾക്കാനായിട്ട് സാധിക്കുന്നത്. അപ്പോൾ ഈ മേഖലകൾ ദൈവസ്വരം ശ്രവിക്കുക, ദൈവത്തിൻ്റെ ആ കൃപയിലേക്ക് കടന്നു വരിക, ദൈവത്തിൻ്റെ സംരക്ഷണത്തിലായിരിക്കുക, ആത്മീയതയിൽ നമ്മെ തന്നെ ദൈവത്തോട് ചേർത്ത് വയ്ക്കുന്ന മനോഭാവത്തിലേക്ക് നാം വളരുക. അതുകൊണ്ടാണല്ലോ തിരുവചനത്തിൽ പറയുന്നത്, ലൂക്കാ 13:34, തള്ളക്കോഴി കുഞ്ഞുങ്ങളെ കാത്തു നിൽക്കുന്നത് പോലെ നിന്നെ ചേർത്ത് നിർത്തുവാൻ ഞാൻ എത്രയോ ആഗ്രഹിച്ചു. തൻ്റെ അമ്മക്കോഴി തൻ്റെ കുഞ്ഞുങ്ങളെ ചേർത്ത് നിർത്തുന്നത് പോലെ നിങ്ങളോട് ചേർത്ത് നിർത്തുവാൻ ഞാൻ എത്രയോ ആഗ്രഹിച്ചു എന്ന്. അപ്പോൾ അതൊരു വലിയ കൃപയുടെ നിമിഷങ്ങളാണ്. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും നാം ഓർക്കേണ്ട ഒരു കാര്യമുണ്ട്, ദൈവം തൻ്റെ തൂവലുകൾ കൊണ്ട് നമ്മെ മറച്ചുകൊള്ളും. തൻ്റെ ചിറകുകളുടെ കീഴിൽ അവിടുന്ന് നമുക്ക് അഭയം നൽകും. അപ്പോൾ ഏതു സാഹചര്യത്തിലും തൻ്റെ തൂവലുകൾ കൊണ്ട് നമ്മെ മറച്ച് സംരക്ഷിക്കുന്ന ഒരു ദൈവമുണ്ട് എന്ന പ്രത്യാശ, ആ ഒരു പ്രാർത്ഥനയിൽ നമ്മുടെ ജീവിതത്തെ ഇന്നേ ദിവസം നമുക്ക് ക്രമീകരിക്കാം. നമ്മുടെ ജീവിതങ്ങൾ അനുഗ്രഹങ്ങളായി തീരട്ടെ. ആബാ പിതാവേ, സ്നേഹാഗ്നിയാൽ ജ്വലിക്കട്ടെ മക്കളാ ഞങ്ങളെല്ലാം. നമുക്ക് പ്രാർത്ഥിക്കാം. പ്രത്യേകമായി നമ്മുടെ വ്യക്തിപരമായ ആവശ്യങ്ങളെല്ലാം ഈശോയ്ക്ക് സമർപ്പിക്കാം. നമ്മുടെ ജീവിത സാഹചര്യങ്ങളെ കർത്താവിന് കൊടുക്കാം. ഒരുപക്ഷെ സംരക്ഷണത്തിൻ്റെ അനുഭവത്തിലേക്ക് കടന്നു വരാൻ സാധിക്കാത്ത വിധത്തിൽ ജീവിത സാഹചര്യങ്ങൾ നമ്മെ ഞെരുക്കുന്നുണ്ടാകാം. ആ മേഖലകളെ ഈശോയ്ക്ക് സമർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. അതുപോലെ തന്നെ നാമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ഓരോ മേഖലകളെയും കർത്താവിന് വിട്ടുകൊടുക്കാം. വ്യക്തിബന്ധങ്ങളെ സമർപ്പിക്കാം, കുടുംബ മേഖലകളെ സമർപ്പിക്കാം, ജീവിത സാഹചര്യങ്ങളെയെല്ലാം സമർപ്പിക്കാം. അതുപോലെ തന്നെ പ്രത്യേകിച്ച് ഇന്നത്തെ നമ്മുടെ പ്രാർത്ഥനാ നിയോഗം, എല്ലാ മിഷണറിമാരും ദൈവ സംരക്ഷണത്തിൻ്റെ തണലിലായി തീരുവാൻ കൃപ ചൊരിയണമേ എന്ന് പ്രാർത്ഥിക്കാം. എല്ലാ തിന്മകളിൽ നിന്നും, അപകടങ്ങളിൽ നിന്നും, ജീവിത ബുദ്ധിമുട്ടുകളിൽ നിന്നും കർത്താവേ അവർക്കെല്ലാം സംരക്ഷണം നൽകണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ആത്മാവിൻ്റെ ഇടപെടലുണ്ടാവാൻ, ദൈവസ്നേഹത്തിൻ്റെ ഇടപെടലുണ്ടാകാൻ കൃപ ചൊരിയണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. അതുപോലെ തന്നെ പ്രത്യേകമായിട്ട് മരിയം കൂടാരങ്ങളിലൊക്കെ ആയിരുന്ന് നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന സകലരോടും ചേർന്ന് നമുക്ക് നമ്മുടെ ജീവിതത്തെയും നമ്മുടെ നിയോഗങ്ങളെയും ചേർത്ത് വയ്ക്കാം. പ്രത്യേകിച്ച് നമ്മുടെ ഈ ധ്യാനകേന്ദ്രം, ഡിവൈൻ ധ്യാനകേന്ദ്രം, അതുപോലെ തന്നെ നമ്മുടെ ഗുഡ്നസ് ചാനൽ, പ്രത്യേകിച്ച് പ്രഭാത വിരുന്ന് എന്ന ഈ ശുശ്രൂഷ എല്ലാം കർത്താവിൻ്റെ സന്നിധിയിൽ സമർപ്പിച്ച് അനേകർക്ക് വെളിച്ചമായി തീരുവാൻ തക്കവിധം കൃപ ചൊരിയണമേ എന്ന് പ്രാർത്ഥിക്കാം. പരിശുദ്ധ അമ്മയോട് ചേർന്ന് സാധിക്കുന്നത്രയും ഒരു ജപമാലയൊക്കെ ചൊല്ലി ഇന്നേ ദിവസം ഈ ശുശ്രൂഷയുടെ ഭാഗമായി തീരാം. അതുപോലെ തന്നെ സകല വിശുദ്ധരുടെയും പ്രത്യേക മധ്യസ്ഥം നമുക്കിപ്പോൾ യാചിക്കാം. പ്രത്യേകിച്ച് നമ്മുടെ പേരിൻ്റെ കാരണഭൂതരായ വിശുദ്ധർ, അതുപോലെ തന്നെ നമ്മുടെ ഇടവകയുടെ വിശുദ്ധർ, നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ നമുക്ക് സ്വാധീനം ചെലുത്തുന്ന വിശുദ്ധർ, അവരുടെ എല്ലാം പ്രത്യേക മധ്യസ്ഥം നമുക്ക് യാചിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യാം. അവരിലൂടെ എല്ലാം അനുഗ്രഹങ്ങൾ വർഷിക്കപ്പെടുവാനായിട്ട് പ്രാർത്ഥിക്കാം. ഒരിക്കൽ കൂടി നമ്മുടെ എല്ലാ പ്രാർത്ഥനകളും നിയോഗങ്ങളും ഈശോയ്ക്ക് സമർപ്പിച്ച്, കർത്താവെ വേദനിക്കുന്നവരുടെ മേലെല്ലാം കരുണയായിരിക്കണമേ, അവരെയെല്ലാം അനുഗ്രഹിക്കണമേ, അവരെയെല്ലാം വിശുദ്ധീകരിക്കണമേ, അവരുടെ വേദനകൾ ഏറ്റെടുക്കണമേ,
പ്രാർത്ഥനയോടെ ദൈവസന്നിധിയിൽ ഈ നിയോഗങ്ങളെല്ലാം സമർപ്പിച്ച് ഈശോയുടെ ആശീർവാദത്തിനായിട്ട് നമുക്കൊരുങ്ങാം. കുളക്കരെ കണ്ണീർ കയത്തിൽ ആരാരുമില്ലാതൊരാൾ അല്ലലിൽ കഴിയുമ്പോൾ ഒരു നാൾ അവനരികിൽ യേശുവെത്തി. മെല്ലെ അവനോടായി നാഥനോദി, മകനേ നിന്നാശയതെന്തെന്നു ചൊല്ലു, ശങ്കയേഴാതെ നിൻ സങ്കടം ചൊല്ലു. മകനേ നിന്നാശയതെന്തെന്നു ചൊല്ലു, ശങ്കയേഴാതെ നിൻ സങ്കടം ചൊല്ലു. കുളക്കരെ കണ്ണീർ കയത്തിൽ ആരാരുമില്ലാതൊരാൾ അല്ലലിൽ കഴിയുമ്പോൾ ഒരു നാൾ അവനരികിൽ യേശുവെത്തി. ഒരു നാൾ അവനരികിൽ യേശുവെത്തി. കഷ്ടതയാർന്നൊരു ദിനമിതിൽ ആഴമോടിളകുന്ന ജലമോലും കുളമിതിൽ. ഗുരുവേ കഷ്ടതയാർന്നൊരു ദിനമിതിൽ ആഴമോടിളകുന്ന ജലമോലും കുളമിതിൽ. കൈപിടിച്ചെന്നെ നടത്തുവാനാരുള്ളു, സദയം നാഥാനി കനിവാകണേ. സദയം നാഥാനി കനിവാകണേ. കുളക്കരെ കണ്ണീർ കയത്തിൽ ആരാരുമില്ലാതൊരാൾ അല്ലലിൽ കഴിയുമ്പോൾ ഒരു നാൾ അവനരികിൽ യേശുവെത്തി. മകനേ നീ ബലപ്പെടൂ, ഞാനുണ്ടു കൂടെ. നിൻ കിടക്കയുമേന്തി നീ ഭവനത്തിൽ ചെല്ലു. മകനേ നീ ബലപ്പെടൂ, ഞാനുണ്ടു കൂടെ. നിൻ കിടക്കയുമേന്തി നീ ഭവനത്തിൽ ചെല്ലു. എൻ സാക്ഷിയായി നീ എന്നെന്നും നിലകൊള്ളു. എന്നാത്മശിഷ്യനായി നീ മാറിടൂ. എന്നാ
ആത്മശിഷ്യനായി നീ മാറിടൂ. ബെത്സയിദാ കുളക്കരെ കണ്ണീർ കയത്തിൽ ആരാരുമില്ലാതൊരാൾ അല്ലലിൽ കഴിയുമ്പോൾ ഒരു നാൾ അവനരികിൽ യേശുവെത്തി. ഒരു നാൾ അവനരികിൽ യേശുവെത്തി. താഴ്മയോടെപ്പോഴും ഞാനേറ്റു ചൊല്ലുന്നു, യേശുവേ രക്ഷകാ നീയാണു നാഥൻ. താഴ്മയോടെപ്പോഴും ഞാനേറ്റു ചൊല്ലുന്നു, യേശുവേ രക്ഷകാ നീയാണു നാഥൻ. നിന്നിലെന്നാശ്രയം നീ മാത്രമാലംബം, ദൈവമേ നിൻ സ്തുതി ഞാനേറ്റുപാടാം. ദൈവമേ നിൻ സ്തുതി ഞാനേറ്റുപാടാം. ബെത്സയിദാ കുളക്കരെ കണ്ണീർ കയത്തിൽ ആരാരുമില്ലാതൊരാൾ അല്ലലിൽ കഴിയുമ്പോൾ ഒരു നാൾ അവനരികിൽ യേശുവെത്തി. ഒരു നാൾ അവനരികിൽ യേശുവെത്തി. ഒരു നാൾ അവനരികിൽ യേശുവെത്തി. തിരുസഭയോട് ചേർന്ന് നമുക്ക് ഈശോയുടെ ആശീർവാദം സ്വീകരിക്കാം. മാർപ്പാപ്പയോടും കർദിനാളന്മാരോടും മെത്രാന്മാരോടും എല്ലാ വൈദികരോടും സന്യാസ സമർപ്പിതരോടും ദൈവജനത്തോടും ചേർന്ന് നിന്ന് ഈശോയുടെ ആശീർവാദത്തിനായിട്ട് നമുക്കൊരുങ്ങാം. നമ്മുടെ കർത്താവായ ഈശോമിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നാം എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. എല്ലാവർക്കും അനുഗ്രഹത്തിൻ്റെ ഒരു ദിവസം ആശംസിക്കുന്നു. ഈശോ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.